ഇന്ന് ഒരു കണ്ടന്റിനെ പറ്റിയാണ്, ഒരു ത്രെഡ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫിറ്റ്നസ് എന്ന് പറയുന്ന സാധനം, അതായത് വെയിറ്റ് വെച്ചുള്ള ട്രെയിനിങ്, ജിംനേഷ്യങ്ങളിൽ പോയി ചെയ്യുന്ന വെയിറ്റ് ട്രെയിനിങ്, അതായത് അതിന് ശരിക്കും പറഞ്ഞാൽ റെസിസ്റ്റൻസ് വർക്കൗട്ട് എന്നാണ് പറയുന്നത്. നമ്മളിപ്പോൾ വെയിറ്റ് മടക്കി തിരിച്ചിറക്കി, ഈ മൂവ്മെന്റിന് പറയുന്നത് കോൺസെൻട്രിക് എക്സെൻട്രിക്, അതായത് മടങ്ങുക നിവരുക. ഇത് എല്ലാ പേശികളിലും മസിലിനെ കൊണ്ട് ചെയ്യിക്കണം. അതിൻ്റെ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, അത് ചെയ്യുന്ന സമയത്ത് ന്യൂട്രീഷൻ, നമുക്ക് പോഷകാംശമുള്ള ഭക്ഷണത്തിൻ്റെ ഏറ്റവും പീക്ക് ലെവലിലുള്ള കഴിവെടുക്കാനെ കൊണ്ട് പറ്റുന്നത് എക്സർസൈസ് കൊണ്ട് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എക്സർസൈസ് ഇല്ലാത്തൊരാൾ എഗ് വൈറ്റ്, മുട്ടയുടെ വെള്ളം, മീറ്റ് പ്രോട്ടീൻ ഇതൊക്കെ കഴിച്ചാൽ ബോഡി അബ്സോർബേഷൻ ആഗിരണം ചെയ്യുന്നത് വളരെ കുറവായി. അതിൻ്റെ കഴിവുണ്ടാക്കിയെടുക്കാനുള്ള പ്രചോദനം മാത്രമാണ്, അതായത് ഒരു ഡോർ തുറന്നു വാതിൽ മാത്രമാണ് എക്സർസൈസ്. എക്സർസൈസ് പ്ലസ് റെസ്റ്റ്, വിശ്രമം, രാത്രിയിലുള്ള 8 മണിക്കൂറുള്ള ഉറക്കം, അത് ചെയ്യുക എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പം ഓഫീസുകൾ, ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഓഫീസ് അടച്ചിട്ടിട്ട് അതിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്യുന്ന പോലെയാണ്. നമ്മൾ റെസ്റ്റ് സമയത്താണ് ബോഡിയിൽ ഈ അറ്റകുറ്റപ്പണികൾ, ന്യൂട്രീഷൻസ് എല്ലാം കറക്റ്റായിട്ടുള്ള അതിൻ്റെ വർക്ക്, അതായത് റീകൂപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സംഭവം ചെയ്യുന്നത്. അപ്പോൾ അതിന് റെസ്റ്റ്, വിശ്രമം, പിന്നെ ക്വാളിറ്റി ഫുഡ്, പിന്നെ എക്സർസൈസ്. വെയിറ്റ് ട്രെയിനിങ്ങിനോടൊപ്പം ഒരു 5-10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റെങ്കിലും ഒരു മെഡിറ്റേഷൻ, ധ്യാനം, അത് ഏത് മതമായിക്കോട്ടെ, ഏത് റിലീജിയൻ ആയിക്കോട്ടെ, ഒന്നും പ്രശ്നമല്ല. ഫോക്കസ് ചെയ്യാൻ, അത് ഒരു വസ്തുവിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാം, അതല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള മൂർത്തികളെ ആവാം, അതല്ലെങ്കിൽ നമുക്ക് എന്തിനെ ഫോക്കസ് ചെയ്ത് മോട്ടിവേഷൻ ചെയ്താൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് മൈൻഡ്, ഈ മസിൽസിന് എക്സർസൈസ് കൊടുക്കുന്നത് പോലെ തന്നെയാണ് മൈൻഡിനുള്ള ഒരു എക്സർസൈസാണ്. അപ്പോൾ അതും വെയിറ്റ് ട്രെയിനിങ്ങും കുറച്ച് സ്ട്രെച്ചിങ്സ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. സ്ട്രെച്ചിങ്സും ഇത്രയും മൂവ്മെൻറ്റ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസത്തെ ദിനചര്യ വളരെ സ്മൂത്തായിട്ടുള്ള ഫ്ലോയിൽ പോകും. അതല്ലാതെ വരുമ്പോഴാണ് നമുക്ക് ക്ഷീണം, നമുക്ക് അലസത ഇതൊക്കെ വരുന്നത്. ഇതിനെ മാറ്റാൻ ഈ ഒരു വഴി ഒന്ന് ട്രൈ ചെയ്യുന്നത് നല്ലതാണ്.